ഇന്നിതേ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പാവയ്ക്ക കുറച്ചുകൂടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം 1-2 പാവയ്ക്കാണ് നമ്മൾ എടുത്തിരുന്നത്. അതിനുശേഷം കുറച്ചധികം പാവയ്ക്കകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതുപോലെയാണ് പാവയ്ക്ക ഉണ്ടായിരിക്കുന്നത്. നമ്മളൊരു ചെറിയ ഗേറ്റൊക്കെ വെച്ചിട്ട് ആ ഗേറ്റ് ഇങ്ങനെ സൈഡിലേക്ക് വെച്ച് മതിലിനോട് ചേർത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പന്തലിട്ടത് കേട്ടോ. ശരിക്കും ഒരു നല്ല പന്തലൊന്നും അല്ല ഇട്ട് കൊടുത്തത്. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ റംബൂട്ടാനൊക്കെ ഇട്ട് കൊടുക്കുന്ന നെറ്റില്ലേ, അതുപോലത്തെ ചെറിയ റംബൂട്ടാൻ ഇടുന്നതല്ല ശരിക്കുള്ള ഈ നെറ്റ്, ഇങ്ങനെ പച്ചക്കറിക്കൊക്കെ ഇടുന്ന ഒരു നെറ്റാണ്. അതിങ്ങനെ ഇട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി മതിലിന് പുറത്തേക്ക് ഒരു കല്ലൊക്കെ ഇട്ടിട്ട് വെയിറ്റ് കൊടുത്തിട്ടാണ് ഈ പന്തൽ പോലെ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നിറയെ പാവയ്ക്ക പിടിച്ചിരിക്കുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചധികം പാവയ്ക്ക ഇത്തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് പാവയ്ക്ക അങ്ങനെ പിടിച്ച് കിട്ടാറില്ല. പക്ഷേ എന്തോ ഇത്തവണ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അത് നല്ല പാവയ്ക്ക തന്നെയാണ്, വലിയ കയ്പൊന്നുമില്ല, വൈറ്റ് കളറിലെ പാവയ്ക്കയാണ്. ഇവിടെയൊക്കെ നല്ല പാവയ്ക്കാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ കവറിടാനായിട്ട് ലേറ്റായി പോയതുകൊണ്ടായിരിക്കും ഒരു കായ്ച്ച കുത്തിയിട്ട് അത് ഞാനിങ്ങനെ എടുക്കുവാണ്. അത് കൊള്ളത്തില്ല, ഇനി നിർത്തിയാലും നന്നായിട്ട് കിട്ടില്ല. ഇതുപോലെ കായ്ച്ച കുത്തിയ ഭാഗമാണ് കേട്ടോ ഇത് ഉള്ളിലത് ഇങ്ങനെ പുഴുവൊക്കെ വന്നിട്ട് അത് കേടായിപ്പോയി കേട്ടോ. ഇനി അത് കൊള്ളത്തില്ലേ, ബാക്കിയൊക്കെ നല്ലതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.